ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഗഗൻയാൻ ദൗത്യസംഘത്തെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘത്തലവൻ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ. 4 പേരും വ്യോമസേന ടെസ്റ്റ് പൈലറ്റുമാർ. ഇന്ത്യയുടെ അഭിമാന ദൗത്യത്തിന്റെ അമരക്കാരൻ പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ. സുഖോയ് യുദ്ധവിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ്. എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത്. കേരളത്തോട് കേന്ദ്രം വിവേചനം കാട്ടിയിട്ടില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 കേരളത്തിൽ BJP സീറ്റുകളിൽ 2 അക്കം കടക്കും. കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. കോൺഗ്രസും CPM-ഉം ഒരു കുടുംബത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രധാനമന്ത്രി. കോൺഗ്രസിന്റെ പാതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പിന്തുടരുന്നതെന്നും മോദിയുടെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി. LDF മുന്നണിയിൽ CPM മത്സരിക്കുന്ന 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷയില്ല. ജീവപര്യന്തം ശിക്ഷ ഇരട്ട ജീവപര്യന്തമായി ഉയർത്തി കോടതി. പുതുതായി കുറ്റക്കാരനെ കണ്ടെത്തിയവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. രാഹുൽ ഗാന്ധി ഇക്കൊല്ലം മത്സരിക്കുക തെലങ്കാനയിൽ. വയനാട് വിടുമെന്ന് സൂചന. രാഹുൽ ഇക്കാര്യം സമ്മതിച്ചതായും സൂചന. മൂന്നാറിൽ ഓട്ടോ കുത്തിമറിച്ച് ഡ്രൈവറെ കൊലപ്പെടുത്തി ഒറ്റയാൻ. 2 പേർക്ക് പരിക്ക്. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച മൂന്നാർ വില്ലേജിൽ LDF ഹർത്താൽ. മൂന്നാറിൽ ലോറി തടഞ്ഞ പടയപ്പ. 1 മണിക്കൂറിലേറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. സിമന്റ് കയറ്റി വന്ന ലോറിയാണ് പടയപ്പ തടഞ്ഞത്. കർഷകരോഷം കനക്കുന്നു. നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ. ഡൽഹി ചലോ മാർച്ചിന്റെ ഭാവി നിർണ്ണയിക്കാനാണ് ഇന്നത്തെ യോഗമെന്ന കർഷക സമര നേതാക്കൾ. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.